ഹലോ, ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് കണ്ടാലോ? എൻ്റെ കയ്യിലുള്ള അഫോർഡബിൾ പ്രോഡക്റ്റ്സ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു മേക്കപ്പ് ലുക്കാണിത്. ഇതിൽ ഞാൻ ഫൗണ്ടേഷനോ കോണ്ടൂറിങ്ങോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. കാരണം അഫോർഡബിൾ പ്രോഡക്റ്റ്സ് വെച്ചിട്ടൊരു മിനിമൽ മേക്കപ്പ് ലുക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഞാനൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തു, നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൺസ്ക്രീൻ, അതിപ്പം ഒട്ടും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. സൺസ്ക്രീൻ യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും നന്നായിട്ട് സ്കിന്നിലേക്ക് അബ്സോർബ് ആവാൻ നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുത്തു. ആഫ്റ്റർ ദാറ്റ് ഞാൻ യൂസ് ആക്കിയിരിക്കുന്നത് ഇതിലെ മെയിൻ സംഭവം എന്ന് പറയുന്നത്, ഞാൻ യൂസ് ആക്കിയിരിക്കുന്ന കൺസീലറാണ്. ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ല. കൺസീലർ വെച്ചിട്ട് എനിക്ക് നല്ല ഡാർക്ക് സർക്കിളുണ്ട്. ഡാർക്ക് സർക്കിൾസ് ഉള്ളതുകൊണ്ട് തന്നെ കണ്ണിന് ചുറ്റുമാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുത്തു. കൈ കൊണ്ട് തന്നെ ഞാനത് നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം ഞാനിവിടെ ബ്ലെൻഡറൊന്നും യൂസ് ചെയ്യുന്നില്ല. കൈ വെച്ച് തന്നെ സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുത്തു. ആഫ്റ്റർ ദാറ്റ് ഞാനൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ഐബ്രോ പെൻസിൽ യൂസ് ചെയ്തിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഐബ്രോസ് ഫില്ല് ചെയ്തു. അതിൻ്റെ തന്നെ ബ്രഷ് വെച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു. ഐബ്രോസ് ചെയ്ത് കൊടുത്തു. ആഫ്റ്റർ ദാറ്റ് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ്, വെരി ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ഒരു ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഐ ഷാഡോ പോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഐ ഷാഡോ ആയിട്ട് അതാണ് ഞാൻ യൂസ് ആക്കിയിരിക്കുന്നത്. പിന്നെ ഒരു ഷിമ്മറി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഹൈലൈറ്റർ യൂസ് ആക്കി. അതും ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. ഇതൊക്കെയല്ല, അപ്പോൾ ഒരു ഷിമ്മറി എഫക്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ഇത് കൊടുത്തത്. പക്ഷെ അങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, നല്ല രസമുണ്ട്. പിന്നെ കാജൽ എടുത്തിട്ട് ഒന്ന് ഐ മേക്കപ്പ് ചെയ്യാനായിട്ട്, ഒത്തിരി ബോൾഡായിട്ടല്ല എന്നാലും ഒരു അത്യാവശ്യം ഒരു തിക്നെസ്സിൽ ഞാൻ കണ്ണ് എഴുതി കൊടുത്തു. ഒരു വിങ്ഡ് ഐ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ ഞാൻ കണ്ണ് എഴുതി കൊടുത്തു. രണ്ട് കണ്ണും കാജൽ വെച്ചിട്ട് എഴുതി കൊടുത്തു. പിന്നെ ഞാൻ മസ്കാര യൂസാക്കി. നല്ല മസ്കാരയാണ്. ഫേക്ക് ലാഷസ് പോലെ തോന്നിയില്ലെങ്കിലും പക്ഷെ നമ്മുടെ ലാഷസ് നല്ല തിക്നെസ്സിൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ലിപ്സ്റ്റിക്ക് നല്ലൊരു അടിപൊളി ഷെയ്ഡാണിത്. ന്യൂഡ് ട്വിസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മുടെ ലാക്മേയുടെ ന്യൂഡ് ട്വിസ്റ്റ്. ഇത് അടിപൊളിയാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്, വെരി ന്യൂഡ് ഷെയ്ഡാണ്. അത് തന്നെ ഞാൻ ബ്ലഷായിട്ട് യൂസ് ചെയ്തു. പിന്നെ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. സോ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.